ഓക്കെ, നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഓപ്പറേറ്റീവ് ലോ ആൻഡ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. കോഓപ്പറേറ്റീവ് ലോ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ നീഡ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കോഓപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂള് പറഞ്ഞിട്ടുള്ളതാണ്. ജനറൽ ബോഡി, അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവേഴ്സ്, ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കോഓപ്പറേറ്റീവ് ലോയും അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതില് ഇന്നലെ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചർ ആൻഡ് സോഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ലോ ആൻഡ് നീഡ് ഓഫ് പാസിംഗ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ദി കൺട്രി. അതില് രാജ്യത്തില് മൊത്തത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ലോസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. വില്ലേജേഴ്സിൽ നിന്ന് തുടങ്ങി ഫ്രണ്ട്ലി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് തുടങ്ങി ഓരോ സംസ്ഥാനത്തിനും ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രത്യേകം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ പറഞ്ഞു. ആ ആക്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഗവേൺ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് പാസ്സാക്കിയിട്ടുള്ള ആക്ടിന്റെ കാര്യം പറഞ്ഞു. അതാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ ഫെഡറേഷൻ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, കാംകോ, ഇഫ്കോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം നമ്മൾ നേരത്തെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് വിത്ത് ഡിഫറെന്റ് ആസ്പെക്ട്സ് ബിക്കോസ് there are so many type of cooperative organizations which cater to the needs and necessities of the local public. സാധാരണക്കാരായിട്ടുള്ള വില്ലേജേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നാനാവിധത്തിലുള്ള ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഉതകുന്ന വിധത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തില് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനില് അതിന്റെ മെമ്പർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളുടെ നീഡ്സ് ആൻഡ് നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസസ് ആണ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. അപ്പൊ അതിനെ കൂടി സഹായകമാകുന്ന വിധത്തിലായിരിക്കണം കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. The first one is general law applicable to all type of cooperative societies. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇവിടുത്തേക്കുള്ള കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറൽ ലോ applicable to all type of cooperative societies which are subject to constitution and functioning within the Kerala state. കേരള സ്റ്റേറ്റിൽ രൂപീകരിക്കുന്ന എല്ലാവിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പൊതുവിൽ ബാധകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ആക്ട് ആണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969. അപ്പൊ അതൊരു ജനറൽ ലോ ആണ്. നമുക്കറിയാം പല വിധത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഫോളോ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നതാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969. സോ ഇറ്റ് ഈസ് എ ജനറൽ ലോ.
law. And secondly, separate law for special type of cooperative societies. ഒരു ജനറൽ ലോ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും to govern the work of certain type of cooperative societies, the state is in need of passing separate act. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ കോർപ്പറേഷൻ തിയറി പഠിച്ചപ്പോ അതില് പറഞ്ഞിട്ടുണ്ടാവും അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ആ ബാങ്കിനെ ഗവേൺ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പ്രൊവിഷൻസ് പറഞ്ഞപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചാണ് ഓർഗനൈസ് ചെയ്യുന്നത് എങ്കിലും ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു അണ്ടർഗോ ദ പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി നേച്ചർ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പ്രൊവിഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മാത്രം ഉപയോഗിച്ചിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നത് തന്നെയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ. പക്ഷെ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെയും കൂടെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു അണ്ടർഗോ ദ പ്രൊവിഷൻസ് ഓഫ് ദി നബാർഡ് ആക്ട് ആസ് വെൽ ആസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ വർക്കിംഗ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ RBI ആക്ട്, നബാർഡ് ആക്ട്, പിന്നെ അതിന് പുറമെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇതൊക്കെ ഒരേ സമയത്ത് ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അതിന്റെ വർക്ക് ഗവേൺ ചെയ്യുന്ന സമയത്ത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ട് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ടു ഗവേൺ ആൻഡ് റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. കാർഷിക വികസന ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആദ്യം ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ആക്ട് ആയിരുന്നു, ഭൂപണയ ബാങ്ക് ആക്ട് എന്ന് പറയുന്ന ആക്ട് ആയിരുന്നു. പിന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് എന്നാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആക്ട് ആണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ പോലും അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ പ്രധാനമായിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിലും അതിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് ചില സന്ദർഭങ്ങളിൽ ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെങ്കിലും ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ചില പ്രത്യേക ആക്ടുകൾ ആപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത്, സെപ്പറേറ്റ് ലോ ഫോർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി തേർഡ്, സ്പെസിഫിക് ചാപ്റ്റേഴ്സ് ഓഫ് മോർ ജനറൽ കോഡിഫിക്കേഷൻ. ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളില് നമ്മളതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പല ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചില ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ കോഡിഫിക്കേഷൻ റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് സംടൈംസ് ഒക്കറിംഗ് ഇൻ ദ വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. എക്സാമ്പിൾ പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ സെക്ഷൻ 81 അനുസരിച്ച് രൂപീകരിക്കുന്ന കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞു കോഴിക്കോടും തിരുവനന്തപുരത്തും 2 ആർബിട്രേഷൻ കോർട്ടുകളാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ട്, മറ്റൊന്ന് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. അതില് മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പക്ഷെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ പവറിലല്ല ആക്ട് ചെയ്യുന്നത്. ഹി ഈസ് ആക്ടിംഗ് ലൈക്ക് ദ മജിസ്ട്രേറ്റ് ഓഫ് എ കോമ്പീറ്റന്റ് കോർട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ സിവിൽ പ്രൊസീജിയർ കോഡ്. ഒരു കോടതിക്ക് ഒരു കേസ് സെറ്റിൽമെന്റ് ആക്കുന്നതിന് ഏതെല്ലാം വിധത്തിലുള്ള അധികാരാവകാശങ്ങളുണ്ടോ ആ തരത്തിലുള്ള അധികാരാവകാശങ്ങളോട്
കൂടിയിട്ടാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മോണിറ്ററി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ട്രിബ്യൂണലിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രൊവിഷൻസ്, ആർബിട്രേഷൻ കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫംഗ്ഷനിങ് സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രൊവിഷൻസ്, രജിസ്ട്രാർക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കോടതിയുടെ അധികാരാവകാശങ്ങളോടുകൂടി പ്രവർത്തിക്കാനുള്ള അവകാശം തുടങ്ങിയിട്ടുള്ളതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പ്രത്യേകമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, വിജിലൻസ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണവും അതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും വന്നപ്പോ കാലാനുസൃതമായിട്ട് പുതിയ പുതിയ ചാപ്റ്റേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനോട് കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതും വിജിലൻസ് വിങ് എന്ന് പറയുന്നതും ഒക്കെ ആക്ടിൽ സ്ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലേറ്റസ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ വിങ് ആണ്. അതാണ് നമ്മൾ പറയുന്നത്. ഒരു ജനറൽ ലോ വന്നിട്ടുണ്ടെങ്കിലും ആ ജനറൽ ലോയിൽ എല്ലായ്പ്പോഴും എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാധകമല്ലെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഉപയോഗിക്കേണ്ടി വരുന്ന ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അത് സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ കോഡിഫിക്കേഷൻസ് ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രിബ്യൂണല്, ആർബിട്രേഷൻ കോർട്ട്, അതേപോലെ തന്നെ രജിസ്ട്രാർക്ക് കോർട്ടിന്റെ പവറോട് കൂടിയിട്ട് ആക്ട് ചെയ്യാനുള്ള സന്ദർഭങ്ങള്, അതേപോലെ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, വിജിലൻസ് വിങ് തുടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ സ്പെഷ്യൽ കോഡിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഗവേണിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് മോർ ജനറൽ ഓർഗനൈസേഷണൽ ലോ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് തന്നെ 1969 പാസ്സാക്കിയിട്ടുള്ള കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. അപ്പൊ ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ നമ്മൾ പറയുന്ന ഒരു ലോ പോലെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ പറഞ്ഞിട്ടുള്ള ലോസ് എന്ന് പറയുന്നതിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഏത് സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി സ്റ്റാറ്റിക് ഓർ ഇറ്റ് വിൽ ബി പെർമനന്റ്. അതിലൊരു മാറ്റവും വരില്ല. പക്ഷെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാലം മാറുന്നതിനനുസരിച്ച്, നേരം മാറുന്നതിനനുസരിച്ച്, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ആവശ്യം വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ നേരത്തെ തിയറിറ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫ്രീ ഫ്രം പൊളിറ്റിക്സ് ആൻഡ് ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ വർക്കിംഗ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് നോ കോമ്പറ്റീഷൻ ആൻഡ് നോ കോൺഫ്ലിക്ട്. ആദ്യ കാലഘട്ടം മുതൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അണ്ടർലൈനിങ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇല്ലാതെ, അതേപോലെ തന്നെ കോമ്പറ്റീഷനോ കോൺഫ്ലിക്റ്റോ ഇല്ലാതെ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷെ ഇപ്പൊ നമ്മൾ ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം പരിശോധിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ വെറും തിയറിയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ പൊളിറ്റിക്കലൈസ്ഡ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്റർഫിയറൻസോട് കൂടി തന്നെയാണ് ഇപ്പൊ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ചില പാർട്ടിയുടെ പാനലിൽ തന്നെയാണ്. അത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കാരണവശാലും കോൺഫ്ലിക്റ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാതെയോ അല്ല ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റ് ചെയ്യാത്ത ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക്, ഞങ്ങൾ ആരുമായിട്ട് മത്സരത്തിനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർവൈവ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ അറൈസസ് സം സോർട്ട് ഓഫ്
കോൺഫ്ലിക്റ്റ്, ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു സംഘത്തിന് വേറൊരു സംഘത്തിനോട് തോന്നുന്ന ജലസി അല്ലെങ്കിൽ എൻവി എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ എല്ലാ ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടന്നു പോകണമെങ്കിൽ അപ്പോഴത്തെ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റില് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. നിയമം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ നിയമത്തിന്റെ പല വശങ്ങള്, അല്ലെങ്കിൽ ആ നിയമവുമായിട്ട് കോറിലേറ്റ് ചെയ്തു വരുന്ന മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യാതെ ഒരു കാരണവശാലും ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷന് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന, ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ലെജിസ്ലേഷൻ ആണ് ചില പ്രത്യേക കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ളത്. നമുക്കങ്ങനെയല്ല. എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും കോമൺ ആയിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് സിറ്റുവേഷൻസിനനുസരിച്ച് അതിന്റെ വർക്കിംഗ് പാറ്റേണിനനുസരിച്ച് വരുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് പറഞ്ഞിട്ടുള്ള കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും 1969 പാസ്സാക്കിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷെ ചൈന, അതേപോലെ തന്നെ ഡെൻമാർക്ക് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാല് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും കോമൺ ആയിട്ട് ബാധകമാകുന്ന വിധത്തിലുള്ള ആക്ട് അല്ല അവിടെ പാസ്സാക്കിയിട്ടുള്ളത്. ചില ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കും. ആ പാസ്സാക്കിയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചില പ്രത്യേക ടൈപ്പിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ഡെൻമാർക്കിലാണെങ്കിൽ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ചൈനയിലാണെങ്കിൽ ഷങ്കായ് മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അതിന്റെ ആക്ട് എല്ലാം തന്നെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ചില പ്രത്യേക രാജ്യങ്ങളില് ചില പ്രത്യേക ടൈപ്പിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇമ്പോർട്ടൻസ് വരത്തക്ക വിധത്തിലാണ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പാസ്സാക്കിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫെഡറൽ സ്റ്റേറ്റ്സ് കോഓപ്പറേറ്റീവ് ലോ ടേക്ക് എ വെറൈറ്റി ഓഫ് ഫോംസ്. ഫെഡറൽ സ്റ്റേറ്റ്സ് ആയിട്ട് കണക്കാക്കുന്ന രാജ്യങ്ങളിൽ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിരിക്കില്ല. USA പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആക്ട് അല്ല പാസ്സാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഹാവിംഗ് എ വെറൈറ്റി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആൻഡ് നെക്സ്റ്റ് പറയുന്ന, സം കൺട്രീസ് ഹാവ് നോ സ്റ്റേറ്റ് ലോ and it is taking into consideration the laws which are applicable to some other countries and in which such type of cooperative societies are succeeded. ചില രാജ്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഓരോ സ്റ്റേറ്റിനും പ്രത്യേകമായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഞാൻ പറഞ്ഞു പ്രത്യേകമായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രത്യേകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ആക്ടോ ഇല്ല. അത് ഏത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യും. ആൻഡ് വെനെവർ ദർ ഈസ് ദ നീഡ് ഓഫ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഫ്രം ദ ഗവൺമെന്റ് ഇറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ്. അങ്ങനെ പ്രത്യേക ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലൊന്നും പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് അല്ല ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ അഡീഷൻ ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, any organization working in the form of a banking company, it is responsible to undergo the Banking Regulation Act also. ഞാൻ നേരത്തെ പറഞ്ഞു, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകള്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകള്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകള് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങള് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മാത്രം അഡോപ്റ്റ് ചെയ്താൽ പോരാ. It is responsible to take into consideration the provisions of the Banking Regulation Act.
ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇപ്പൊ നമ്മൾ 3 ടയർ അല്ലെങ്കിൽ 2 ടയറിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പാറ്റേണിൽ വരുന്നതല്ല നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ്സ്, സെൻട്രൽ അരിക്കനട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ മുഴുവൻ പ്രവർത്തന പരിധി വരത്തക്ക വിധത്തില് ഓർഗനൈസ് ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റിൽ പാസ്സാക്കിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് സാധിക്കില്ല. ദാറ്റ് ഈസ് വൈ സച്ച് ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആർ റെസ്പോൺസിബിൾ ടു അണ്ടർഗോ ദ പ്രൊവിഷൻസ് ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോഓപ്പറേറ്റീവ്സ്, നമ്മളെ പേപ്പറിന്റെ പേര് തന്നെ അതാണ്, ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോഓപ്പറേറ്റീവ്സ്. ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് അതിന് നിയമപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും അതിന് തോന്നുന്ന വിധത്തില് തോന്നുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും അണ്ടർടേക്ക് ചെയ്യുക. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തിൽ ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തിൽ ഒരു യുനാനിമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത് പാസ്സാക്കിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ്. ഓരോ ആളുകള് പ്രത്യേകമായിട്ട് ഓർഗനൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറേയേറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ യുണീക്നെസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ദി ആക്ട് പാസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ഫോമിലുള്ള ഒരു ലോ അല്ലെങ്കിൽ റെഗുലേഷൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ദ എക്കണോമിക് എൻവയോൺമെന്റ് ഓഫ് ദ കൺട്രി ചേഞ്ചസ്. ദാറ്റ് ഈസ് വൈ ദി കോഓപ്പറേറ്റീവ് ലോ ഓർ ദി കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഈസ് സബ്ജക്ട് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് സിറ്റുവേഷൻസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആളുകൾക്കൊന്നും വരുമാനം ഇല്ലാത്ത, ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയാത്ത, വല്ലാത്ത ഒരു പാൻഡമിക് ഡിസീസിന്റെ പിടിയിലായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അത്രയും കാലം വരെ ചെയ്തുകൊണ്ടിരുന്ന അതേ വർക്ക് മാത്രം അണ്ടർടേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ വർക്കിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രക്ചറിൽ ആവശ്യം വരുന്നതായിട്ടുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ആ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷന് മുന്നോട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പണ്ട് ഓർഗനൈസ് ചെയ്തത് ഇന്നാവശ്യത്തിനാണ്, അതിലൊരു ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാല് അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അടച്ചുപൂട്ടുക എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ കാലാകാലം അതിനൊരിക്കലും അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ADB ആക്ട്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ലോങ് ടൈമിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന പ്രൊവിഷൻസ് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, കേരള സംസ്ഥാനത്തിൽ നല്ല ഒരു ശതമാനം ആളുകളും കൃഷി എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഈ പറയുന്ന കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം ലോങ് ടേം ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാലത്തും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, വിദ്യാഭ്യാസ ലോണുകള്, വാഹന വായ്പകള്, അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസിനുള്ള ലോണ്, ഫോറിനിലൊക്കെ ജോലി അന്വേഷിച്ചു പോകാനായിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വരുന്നതായിട്ടുള്ള ലോൺ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ലോൺ ഫെസിലിറ്റീസ് ആണ് ഇപ്പൊ ഈ പറയുന്ന ബാങ്കിങ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് സോ ഫാർ സീൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആക്ട്. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ടിൽ ഈ പറയുന്ന പ്രൊവിഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ബാങ്കുകൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. കാരണം പണ്ടുണ്ടായിരുന്നത് പോലെ വ്യാപകമായിട്ടുള്ള കൃഷി രീതികളോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ് ഏറ്റവും കൂടുതൽ ലോണിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിട്ടല്ല അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ ഒരു കാരണവശാലും ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിങ് ഓർഗനൈസേഷൻസിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി 1990 വരേക്കും ഈ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിട്ട് ഒരു രാജ്യവും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ജനറൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രൂപത്തിൽ മാത്രമാണ് 1990s വരെ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ മാറി. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രയോജനം ഇല്ലാതെ വില്ലേജേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ സിറ്റീസിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ആശ്രയിക്കാതെ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ ലോകം വന്നു നിൽക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാല് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വേസ്റ്റ് ആവാതെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന സിവിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഈ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യുന്നതിനും അതേപോലെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതിപ്പോ ഫണ്ടാവാം, അതല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളാവാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് സ്വമേധയാ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളാവാം, ഇതിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആയതുകൊണ്ടാണ് 1990ക്ക് ശേഷം കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആയിട്ട് ഗവൺമെന്റ് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വൈ അറ്റ് പ്രസന്റ് എനി കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് ഫോംഡ് വിത്ത് എനി ഓഫ് ദി ആക്ട് ഇൻ എനി പാർട്ട് ഓഫ് ദി കൺട്രി, ഗവൺമെന്റ് ഈസ് responsible to provide support and guidance for the existence of such type of cooperative societies. മിക്കവാറും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സംരക്ഷിക്കേണ്ടുന്ന ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി അതല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പരാധീനതകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും അഡ്വേഴ്സിറ്റീസോ വരുമ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുകൊണ്ടാണ് നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അഗ്രികൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സഹായിക്കുന്നതും കൊണ്ടുകൂടിയാണ് ഈ പല വിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഓർഗനൈസ് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക പരാധീനത കാരണം അല്ലെങ്കിൽ മിസ്മാനേജ്മെന്റ് കാരണം അടച്ചുപൂട്ടി പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിൽ നിന്ന് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഗവൺമെന്റിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നോൺ കോഓപ്പറേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആളുകളല്ല. പക്ഷെ നമുക്കിപ്പോഴും അറിയാം, പല കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെയും മാനേജ്മെന്റിലുള്ള ആളുകൾ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ലോസ് ആൻഡ് റെഗുലേഷൻസ് അറിയാവുന്നതോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളല്ല. അപ്പൊ പലപ്പോഴും മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വമാവാം, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാവാം. രണ്ടായാലും അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ധാർമ്മികമായിട്ട് സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആയിരിക്കണം കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്നത്.
പക്ഷേ ഗവൺമെന്റ് മാത്രം നിയന്ത്രിക്കുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് കാമറൂണില് 4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസിൽ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻസ് ഉണ്ട്. ആ സജഷൻസിനെയാണ് നമ്മൾ പറയുന്നത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാല് ആ കോൺഫറൻസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻ മോസ്റ്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇറ്റ് ഈസ് ക്ലോസ്ലി ഇൻവോൾവ്ഡ് വിത്ത് കോഓപ്പറേറ്റീവ്സ് are taken into consideration by such institutions which are undertaking in the training of the cooperative sectors or the officials working in the cooperative sector and the representatives of the government. ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ കോഓപ്പറേറ്റീവ് ലോസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്നുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പലപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാസ്സാക്കുമ്പോൾ ആ പ്രത്യേക സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ അതിൽ ഉൾപ്പെടുത്തുന്നത് താരതമ്യേന വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കോഓപ്പറേറ്റീവ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി കൊടുക്കുന്ന റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അമെൻമെന്റ്സ് അതല്ലെങ്കിൽ ആഡിങ്സ് ഒക്കെ സാധാരണയായിട്ട് വരുന്നത്. ബട്ട് ദ കാമറൂൺ കോൺഫറൻസ് സേസ് ദാറ്റ് വൈൽ മോഡിഫൈയിങ് the laws and regulations relating to the cooperative societies from the very beginning itself, there should be consultation campaign, local and national workshop and setting up of law reform committees. ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ പുതുതായിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കുമ്പോൾ സഡൻ ആയിട്ട് ഗവൺമെന്റ് ഏതെങ്കിലും 2-3 എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് അവർ കൊടുക്കുന്ന മോഡിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ചേഞ്ചസ് വരുത്തുന്നതിന് പകരം ഏത് പാർട്ട് ഏത് വിധത്തിലാണോ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കൺസൾട്ടേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരവസരം കൊടുത്തിട്ടുണ്ടായിരിക്കണം. വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നമുക്ക് നേരിട്ട് അറിയാത്ത എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നേരിട്ട് അറിയാത്ത എക്സ്പെർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എമിനന്റ് ആയിട്ടുള്ള ഒരുപാട് കോഓപ്പറേറ്റീവ്സ് ഉണ്ടാവും. അവർക്ക് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ സമാഹരിക്കുക. അതേപോലെ തന്നെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലോക്കൽ ആൻഡ് നാഷണൽ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ അതിന് പുറമെ ലോ റിഫർമേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് എമിനന്റ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ്സിനെയും അതേപോലെ തന്നെ ഫിനാൻസ്, ലോ, അക്കൗണ്ടിങ്, ബാങ്കിങ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ ചേർത്തിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കമ്മിറ്റി കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എല്ലായ്പ്പോഴും ലോസ് ആൻഡ് റെഗുലേഷൻസ് മോഡിഫൈ ചെയ്യേ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യേണ്ടുന്നത്. ആൻഡ് ദാറ്റ് അപ്രോച്ച് ഈസ് കോൾഡ് ദ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏതെങ്കിലും അത് അവര് പാസ്സാക്കിയിട്ടുള്ള നിയമമല്ലേ, അത് നമ്മളെങ്ങനെ നടപ്പിലാക്കുക എന്ന് മറ്റുള്ള ആളുകൾക്ക് ആശങ്ക വരാതിരിക്കണമെങ്കിൽ ഏതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാസ്സാക്കുമ്പോഴും നമ്മളും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളുടെയും കൂടെ ഒരു നിയമമാണ്, അല്ലെങ്കിൽ നമ്മളും കൂടി നടപ്പിലാക്കേണ്ടുന്ന ഒരു നിയമമാണ് എന്നുള്ളൊരു തോന്നല് കോഓപ്പറേറ്റീവ്സിന് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസും മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ അവരുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഒരു നിയമം ഭേദഗതി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് അവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് അതിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് അപ്രോച്ച് ഈസ് കോൾഡ് ദ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. അങ്ങനെ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് വരികയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കുറേയും കൂടി ഗവൺമെന്റിന്റെ ഫുൾ കൺട്രോളിലല്ലാതെ മെമ്പർമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഓട്ടോണമസ് ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ പോലും അത് ലോക്കൽ പബ്ലിക്കിന് കൂടി മെമ്പർമാർക്ക് മാത്രമല്ല ലോക്കൽ പബ്ലിക്കിനും കൂടി പ്രയോജനപ്പെടുന്ന ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി താങ്ക് യു.